നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ് ശതകോടീശ്വരനും സ്പേസ് എക്സ് മേധാവിയുമായ ഇലോൺ മസ്ക്. രണ്ടാം വരവിൽ ട്രംപ് ഭരണകൂടം രൂപം നൽകിയ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്ത് മസ്കിനെ അവരോധിക്കുകയും ചെയ്തു. അമേരിക്കൻ ഭരണകൂടത്തിൽ നിർണായക സ്വാധീനമായി മസ്ക് വളർന്നു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്നാൽ ഈ സൗഹൃദത്തിന് ട്രംപിന്റെ യഥാർത്ഥ സ്വഭാവത്തെ മാറ്റാൻ കഴിയില്ലെന്നാണ് പുതിയ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തിടെ മസ്ക് തന്റെ 4 വയസ്സുകാരനായ മകൻ എക്സിനെ പ്രസിഡന്റിന്റെ ഓവൽ ഓഫീസിലേക്ക് കൊണ്ടുവന്നിരുന്നു. ട്രംപിന്റെ അടുത്തു നിന്ന് 4 വയസ്സുകാരൻ മൂക്കിൽ വിരലിടുന്നതും തുടർന്ന് ട്രംപിന്റെ മേശയിൽ ആ വിരൽ തുടയ്ക്കുന്നതും അമേരിക്കൻ മാധ്യമങ്ങൾ പകർത്തിയിരുന്നു. ഇപ്പോഴിതാ ആ മേശ തന്നെ മാറ്റി പുതിയ മേശ സ്ഥാപിച്ചിരിക്കുകയാണ് ട്രംപ്. 145 വർഷം പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ള റിസല്യൂട്ട് ഡെസ്കാണ് മാറ്റി സ്ഥാപിച്ചത്. ട്രംപ് ജെർമോഫോബിയ ആശങ്കയുള്ള വ്യക്തിയാണെന്നും ഇതിനാലാണ് മൂക്ക് തുടച്ച മേശ മാറ്റിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. ജെർമോഫോബിയ എന്നാൽ എല്ലായിടത്തും രോഗാണുക്കൾ നിറഞ്ഞിരിക്കുന്നു എന്ന ഭയമാണ്. ജെർമോഫോബിയ ഉള്ളവർ അണുക്കളെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചും തീവ്രമായ ഉത്കണ്ഠ ഉള്ളവരായിരിക്കും. ട്രംപ് ജെർമോഫോബിയ ബാധിതനാണെന്ന് നേരത്തെയും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ ചരിത്രത്തിൽ റെസല്യൂട്ട് ഡെസ്കിന് വലിയ പ്രാധാന്യമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന് മാത്രമാണ് റെസല്യൂട്ട് ഡെസ്കിൽ അവകാശമുള്ളത്. 145 വർഷം പഴക്കമുള്ള റെസല്യൂട്ട് ഡെസ്ക് 1880 വിക്ടോറിയ രാജ്ഞി പ്രസിഡന്റ് റദർഫോർഡ് ബി ഹെയ്സിന് സമ്മാനിച്ചതാണ്. ഓക്ക് തടികൾ കൊണ്ട് നിർമ്മിച്ച ഈ മേശ 1961 മുതൽ ജോൺ എഫ് കെനഡി, ജിമ്മി കാർട്ടർ, ബിൽ ക്ലിന്റൺ, ബറാക് ഒബാമ, ജോ ബൈഡൻ എന്നിവരുൾപ്പെടെയുള്ള US പ്രസിഡന്റുമാർ വൈറ്റ് ഹൗസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.